കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വേദഭാഗത്തെ നാം ഒന്നുകൂടെ സ്പർശിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യം: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. ദൈവകുടുംബത്തിൽ നമുക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കുള്ള ബന്ധത്തെക്കുറിച്ച് സവിസ്തരമായി ഒരു ഉപമയിലൂടെ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ദൈവവചന ചിന്ത ഇവിടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുകയാണ്. നമ്മൾ ഇന്നലെ വായിച്ചു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 2 കാര്യങ്ങൾ ദൈവം നമ്മിൽ ചെയ്യുന്നതിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നു. കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും കൊമ്പുകളിൽ ഫലം ഉണ്ടാകാതെ വരുമ്പോൾ ദൈവം അവയെ ഉയർത്തി നിർത്തിയിട്ട് അവയ്ക്ക് വളരുവാൻ അല്ലെങ്കിൽ അവയ്ക്ക് ഫലം കായ്ക്കുവാൻ വേണ്ടതായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. 2-ാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് പ്രൂണിങ് എന്നാണ്. മുന്തിരി കൃഷിക്കാരായ ആൾക്കാർക്ക് ഈ പ്രൂണിങ് എന്ന വാക്ക് വളരെ നന്നായി അറിയാം. ഇവിടെ പ്രൂണിങ് അഥവാ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയുന്നതിന് മറ്റ് ചില വേദഭാഗങ്ങളിൽ കഴുകൽ എന്നുള്ള സൂചന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തിനാണ് ഈ ചെത്തി വെടിപ്പാക്കൽ? ഒരു മുന്തിരി കർഷകനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, കായ്ക്കുന്ന ആ കൊമ്പുകൾ കൂടുതൽ ഫലം കൊടുക്കുവാൻ അതിനെ ശുദ്ധീകരിക്കുന്നതാണ് ഈ പ്രൂണിങ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ദൈവം നമ്മളിൽ നിന്നും കൂടുതൽ ഫലം പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നമ്മെ അവൻ ചെത്തി വെടിപ്പാക്കുന്നു. ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വേണ്ടവണ്ണം ഉൾക്കൊള്ളാൻ കഴിയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെത്തി വെടിപ്പാക്കുന്നു അഥവാ പ്രൂണിങ് എന്ന് പറയുന്നതിന് കഴുകൽ എന്നുള്ള ഒരു വിശദീകരണം കൂടെ മറ്റ് വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഇന്ന് ശ്രദ്ധയോടുകൂടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൽ 8 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്ന വളരെ ശ്രദ്ധേയമാകുന്ന ഒരു വേദഭാഗമുണ്ട്. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ, അതായത് കർത്താവ് യേശുക്രിസ്തു ഈ ഒരു ഉപമ സംസാരിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഈ 13-ാം അധ്യായം 8 മുതലുള്ള വേദഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. 8-ാം വാക്യം: നീ ഒരു നാളും എൻ്റെ കാല് കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. യേശു കാല് കഴുകാൻ വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ഒരു നാളും എൻ്റെ കാല് കഴുകുകയില്ല. ഒരുപക്ഷെ പത്രോസ് അങ്ങനെ പറയാൻ കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വം, ആ പദവി കണ്ടുകൊണ്ട് തൻ്റെ വിനയം യേശുവിൻ്റെ മുമ്പിൽ പത്രോസ് പ്രകടിപ്പിക്കുകയായിരിക്കാം. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നീ ഒരു നാളും എൻ്റെ കാല് കഴുകുകയില്ല. പക്ഷേ യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ് 9-ാം വാക്യം: കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കാല് കഴുകുക എന്ന് പറയുന്നത് ഒരു ദാസ്യ പ്രവൃത്തിയാണ്. അപ്പോൾ പറയുന്നു, കർത്താവേ, എൻ്റെ കാല് മാത്രമല്ല എൻ്റെ കൈയും തലയും കൂടെ കഴുകണമേ. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ഒരു ദാസനായി എനിക്ക് തോന്നുകയില്ല, നീ എപ്പോഴും യജമാനനായി എനിക്ക് തോന്നും എന്നുള്ള ആ ചിന്തയാണ് ഇവിടെ പത്രോസ് വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ യേശു അതിന് കൊടുത്തിരിക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പറയുന്നു, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും. യേശുവിൻ്റെ 12 ശിഷ്യന്മാരവിടെയുണ്ട്. അപ്പോൾ ആ 12 ശിഷ്യന്മാരിൽ പത്രോസിനോടാണ് യേശു ഇത് സംസാരിക്കുന്നതെങ്കിലും അവരെല്ലാവരും കേൾക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ഇവിടെ പറയുന്നത്. യേശു പറയുന്നു, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. കാരണം കാലാണല്ലോ എപ്പോഴും ഈ നടക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. കാലാണല്ലോ എപ്പോഴും അശുദ്ധിയിലേക്ക് കടന്നു പോകുന്നത്. കാലാണല്ലോ
നമ്മുടെ ശരീരഭാഗങ്ങളിൽ വളരെ വേഗം അഴുക്കാകുന്നത്. അതുകൊണ്ട് കുളിച്ചിരിക്കുന്നവന് ബാക്കി എല്ലാ ഭാഗങ്ങളും ശുദ്ധിയുള്ളതാണ്, പക്ഷേ അവന് കാല് കഴുക മാത്രം മതി. അതുകൊണ്ട് ഞാൻ നിൻ്റെ കാല് കഴുകുന്നു. അതിലൊരു ആത്മീയ അർത്ഥമുണ്ട്. ആ ആത്മീക അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ യേശു തന്നെ വിശദീകരിക്കുന്നുണ്ട്. അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. ആരാ? പത്രോസേ, നീ മുഴുവനും ശുദ്ധിയുള്ളവനാ. അടുത്തത് ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറയുന്നു, നിങ്ങളും ശുദ്ധിയുള്ളവരാ, പക്ഷേ എല്ലാവരും അല്ലതാനും. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വചനം കേട്ട് വിശുദ്ധീകരണം പ്രാപിക്കുന്ന ആളുകളെക്കുറിച്ചാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് 3-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവവചനം കഴുകുന്നു, അല്ലെങ്കിൽ പ്രൂൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവവചനം കേട്ട് നമ്മളെ തന്നെ നാം ക്രമീകരിക്കുമ്പോൾ, ദൈവവചനത്താലുള്ള വിശുദ്ധീകരണം നമ്മൾ പ്രാപിക്കുമ്പോൾ, അത് പ്രൂണിങ്ങിന് തുല്യമാണ്. ഒരുപക്ഷെ വചനം കേൾക്കുമ്പോൾ നമ്മളുടെ ഈഗോകളൊക്കെ നമുക്ക് കളയേണ്ടതായിട്ട് വരും, നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മെ ശുദ്ധീകരിക്കാനാണ്. പല ആളുകൾക്കും ദൈവവചനം കേൾക്കുമ്പോൾ അവർക്ക് പ്രയാസമായി തോന്നുന്നത്, ദൈവവചന ഭാഗങ്ങൾ അവരുടെ ചില സുഖങ്ങളെ അവരിൽ നിന്നും മാറ്റാറുണ്ട്, അവരുടെ കംഫർട്ടുകളെ അവരിൽ നിന്നും ഒഴിവാക്കാറുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വളരെ വേദനാജനകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കൂട്ടുകെട്ടുകൾ, ചില സമ്പർക്കങ്ങൾ, ചില ബന്ധങ്ങൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ അവയിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകുവാനുള്ള പ്രേരണ നമുക്ക് തരും. പക്ഷേ ഇത് പലർക്കും വേദനാജനകമാണ്, പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലരും ഈ ദൈവവചനം ശ്രദ്ധിക്കുവാൻ സമയമെടുക്കാത്തത്, അല്ല അങ്ങനെ പ്രസംഗിക്കുന്ന ആളുകളുടെ സന്ദേശങ്ങൾ കേൾക്കാത്തത്. എല്ലാവർക്കും ഇഷ്ടം അവരുടെ പ്രയോറിറ്റികളെ മാറ്റാത്ത, അവരെ പാപത്തിൽ തുടരുവാൻ അനുവദിക്കുന്നതായ രീതിയിലുള്ള ദൈവവചനങ്ങളാണ് അവർക്ക് താല്പര്യം. പക്ഷെ അങ്ങനെയല്ല. വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ആഴമായി സംസാരിക്കുമ്പോൾ അവ നമ്മെ കഴുകുമെന്നുള്ള കാര്യം ആരും മറന്നുപോകരുത്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്, കാരണം നിങ്ങൾ ദൈവവചനത്താൽ കഴുകപ്പെട്ടവരാണ്, നിങ്ങൾ പ്രൂൺ ചെയ്യപ്പെട്ടവരാണ്, പക്ഷേ എല്ലാവരും അല്ല. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അത് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദയെ ഉദ്ദേശിച്ചാണ് യേശു പറയുന്നത്. കാരണം അവൻ കഴുകപ്പെടാത്തതുകൊണ്ട്, അവൻ പ്രൂൺ ചെയ്യപ്പെടാത്തതുകൊണ്ട് അവൻ അശുദ്ധനായിട്ട് മാറിയിരിക്കുന്നു, അവന് യേശുവിനോട് പങ്കില്ലാതായി മാറിയിരിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനിയാണ്, യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുമ്പോഴും നമ്മൾ കഴുകപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും യേശുവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാവുകയില്ല. ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ സഭയെ എങ്ങനെയാണ് പോറ്റിപ്പുലർത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. വ്യക്തിപരമായി നാം സംസാരിച്ചാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം വിശുദ്ധീകരിക്കുന്നത് തൻ്റെ വചനത്താനാണ് എന്നുള്ള ആ പ്രധാനപ്പെട്ട വ്യക്തത ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മെ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവവചനം കേട്ട് ക്രമീകരിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിന് യോഗ്യയായ മണവാട്ടിയായിട്ട് മാറും. ഇന്ന് ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്ത നമ്മൾ അടുത്ത പ്രഭാത ധ്യാനത്തിൽ ചിന്തിക്കുന്നതായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ദൈവവചനം ഞങ്ങൾക്ക് തരുന്ന ആ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഈ വേദഭാഗങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നുവെന്നും ദൈവത്തിന് മുമ്പാകെ ഞങ്ങളെ നിസ്തുല്യതയോടുകൂടെ നിർത്തുവാൻ ഈ ദൈവവചനത്തിന് കഴിയുമെന്നും ഞങ്ങളെ ശുദ്ധീകരിപ്പാനും തുടർന്ന് ഞങ്ങൾക്ക് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാനും ഈ ദൈവത്തിൻ്റെ വചനം സഹായകമാണെന്നും ചിന്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം.
ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.